നവോത്ഥാന നായകനായ ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ജനിക്കുന്നത്. ആ ഒരു കാലയളവിന് പ്രത്യേകമായ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാലയളവാണ് 1880 എന്ന് പറഞ്ഞാൽ. അഥവാ ചാലിലകത്ത് ജനിച്ചുപോയ ആ ഒരു നാട്, ചാലിലകത്ത് ജനിച്ചുപോയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മഹാനവറുകള് മുത്തുപ്പേട്ടയിൽ നിന്ന് ഷെയ്ഖ് അഹമ്മദിൽ അദ്റമി എന്ന് പറയുന്ന ആതിര പട്ടണത്തിലെ ബഹുമാനപ്പെട്ട അഹമ്മദ് എന്ന് പറയുന്ന ഒരു മഹാനിൽ നിന്ന് റിസാലത്തുൽ മാറദീനിയ പാരായണം ചെയ്യുകയും, അഥവാ നമ്മുടെ തിബില, നമ്മുടെ പള്ളികളിലേക്ക് തിബില നിർണ്ണയിക്കുന്ന പഠന ശാഖയാണ് ഈ ഫലക് ഗോളശാസ്ത്രം. ആ ഗോളശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിതാബാണ് റിസാലത്തുൽ മാറദീനിയ. ആ റിസാലത്തുൽ മാറദീനിയ ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുത്തുപ്പേട്ടയിൽ നിന്ന് പാരായണം ചെയ്യുകയും, അങ്ങനെ അവർ കേരളത്തിൽ വന്ന് പുളിക്കൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ആ കാലഘട്ടത്തിലെ പള്ളികളിലെ തിബിലയെ കുറിച്ച് പഠനം നടത്തുകയും, അങ്ങനെ ഐനുൽ തിബില, ജിഹത്തുൽ തിബില എന്ന പേരിൽ സംവാദങ്ങൾ നടന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. 1890 കാലഘട്ടങ്ങളിലാണ് ആ സംവാദങ്ങൾ നടക്കുന്നത്. ആദ്യകാലത്ത് പുളിക്കൽ സംവാദം നടന്നു. പിന്നീട് ബഹുമാനപ്പെട്ട ആ കാലഘട്ടത്തിൽ ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വെളിയങ്കോട് കുട്യാമ മുസ്ലിയാരും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അവരുടെ ശിഷ്യനായ പുതിയ അബ്ദുറഹ്മാൻ മുസ്ലിയാരും ഒരു പക്ഷത്തും കുട്യാമ മുസ്ലിയാരും അവരുടെ വലിയ ശിഷ്യ സമ്പത്തും മറുപക്ഷത്തും ഇരുന്നു കൊണ്ടാണ് ഈ തിബില സംവാദങ്ങൾ നടക്കുന്നത്. ആ സംവാദങ്ങളിൽ അഥവാ സംവാദത്തിന്റെ ആകത്തുക തിബില കഅബയുടെ ഭാഗത്തേക്ക് മുന്നിട്ടാൽ മതിയോ, അല്ലെങ്കിൽ കഅബയുടെ തടിയിലേക്ക് തന്നെ മുന്നിടണോ എന്നതായിരുന്നു ആ ചർച്ചയുടെ ഭാഗം. അതിന്റെ ഭാഗത്ത് ഈ ചാലിലകത്തിന്റെ ഉസ്താദ് കൂടിയാണ് കുട്യാമ മുസ്ലിയാർ. അപ്പൊ കുട്യാമ മുസ്ലിയാര് അവരുടെ ഭാഗം തവാദുവിന്റെ ഭാഗമായി തന്റെ ഉസ്താദിനെ ഞാൻ തോൽപ്പിക്കുന്നില്ല എന്ന രീതിയിൽ ചാലിലകത്ത് ആ ഒരു വാദങ്ങൾ ഉസ്താദിനെ അംഗീകരിച്ചു കൊടുക്കുകയും, അങ്ങനെ ജിഹത്തുൽ തിബില കഅബയുടെ ഭാഗത്തേക്ക് മുന്നിട്ടാൽ മതി എന്നുള്ള ഒരു പഠനം നടക്കുകയും, എന്നിട്ട് പിൽക്കാലഘട്ടത്തിൽ ഐനുൽ തിബില തന്നെ അഥവാ കഅബയിലേക്ക് അഥവാ കോഴിക്കോട് നിന്ന് 22 ഡിഗ്രി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞാലാണ് കഅബയിലെത്തുക എന്നുള്ള ഒരു ഘടന ചാലിലകത്ത് കണ്ടെത്തിയ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ നാടുകളിലെല്ലാം പള്ളികൾ, ഈവൻ പൊന്നാനി പള്ളിയിൽ വരെ കഅബയിൽ ചെറിയ മാറ്റമുണ്ടെന്നൊക്കെ ചാലിലകത്തിന്റെ അത്തഅവ എന്ന ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ചരിത്രങ്ങളിൽ അങ്ങനെയുള്ള ഒരു വിവാദങ്ങൾ നടന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ പരിസര പള്ളികളിൽ ഫലക് അഥവാ ഗോളശാസ്ത്രത്തിന്റെ റിസാല പൂർണ്ണമായും പഠിപ്പിക്കണം എന്ന് നമ്മുടെ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ തീരുമാനിച്ചു. അങ്ങനെ ഈ ഏരിയകളിലെല്ലാം റിസാല പഠിപ്പിക്കുകയും, അങ്ങനെ നമ്മുടെ ഏരിയകളിലെ പള്ളികളെല്ലാം കൃത്യമായി തിബിലയുടെ ഭാഗമായി കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട പല്ലാർക്കം മുസ്ലിയാരാണ്. ഇതൊക്കെ അവിടുത്തെ മർദിയത്തിൽ ബഹുമാനപ്പെട്ട കല്ലൂർ അബൂബക്കർ മുസ്ലിയാർ കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട്. അഥവാ വളരെ സൗമ്യമായി ജീവിച്ച് നമുക്കിടയിൽ സുന്ദരമായി വളരെ ഒരു സൗണ്ട്ലെസ്സായി നിശബ്ദ സേവകനായി പ്രവർത്തിക്കുകയും നമ്മുടെ ഇടയിൽ നടത്തിയ വിശാലമായ ഒരു നവോത്ഥാനം ഈ ഫലക്കിന്റെ ഗോളശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി പല്ലാർക്കം മുസ്ലിയാരുടെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫറായിദുൽ മുഹമ്മദിയ, അവിടുത്തെ കയ്യെഴുത്ത് പ്രതികളിലെ ചില കത്തുകളൊക്കെ നമ്മൾ പരാമർശിക്കുമ്പോൾ ഫറായിദ് എന്ന് പറയുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കല്ലൂർ അബൂബക്കർ മുസ്ലിയാർ അവരുടെ ചരിത്രം കൃത്യമായി സുവ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഫറായിദുൽ മുഹമ്മദിയ എന്ന അബ്ദുൽ അസീസ് വേലൂരി എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതൻ, ബഹുമാനപ്പെട്ട അസാധ്യതമാർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഏരിയകളിലെല്ലാം ഗോളശാസ്ത്രം നമ്മുടെ ഏരിയകളിലെല്ലാം പഠനം നടത്തുകയും, അങ്ങനെ റിസാല നമ്മുടെ നാടുകളിലെ കാളിമാർക്കും മുദരിസുമാർക്കുമൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ആ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ആ തിബില കുട്യാം ഉസ്താദിന്റെ ഇടയിലുള്ള തിബില സംവാദത്തിന്റെ കാലത്ത് നമ്മുടെ പല്ലാർക്കം ഉസ്താദായിരുന്നു നമ്മുടെ ഏരിയകളിലെല്ലാം ഈ ഫലക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്.
അതുപോലെ തന്നെ ഫറായിദുൽ മുഹമ്മദിയ എന്ന പേരിലുള്ള നമ്മുടെ ആ കാലഘട്ടത്തിൽ മഹല്ലിയുടെയൊക്കെ ആദ്യ ഭാഗങ്ങൾ മഹല്ലിയിലെ ഫറായിദ് പഠിക്കുന്നതിന് മുമ്പ് അഥവാ അനന്തരാവകാശ ശാസ്ത്രങ്ങളെ കൃത്യമായി പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ പള്ളി ദർസുകളിൽ പഠനം നടത്തി